ഹായ് സർ. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കൂടുതലും ഉയർന്നു വരുന്നത് സാർ കേട്ട് കാണും ക്ഷേമ പെൻഷൻ വിവാദം. അപ്പോൾ ജീവനക്കാർക്ക് നൽകുന്ന ക്ഷേമ പെൻഷനിൽ നിന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ വരെ കൈയിട്ട് വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലുള്ളത്. അപ്പോൾ ഇതിൽ ധനമന്ത്രി KN ബാലഗോപാൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഈ കുടിശ്ശിക കൈയിട്ട് വാരുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് സർക്കാരിൻ്റെ ഒരു അനാസ്ഥ മൂലമാണ് ഇങ്ങനെ ഈ ഉദ്യോഗസ്ഥരും ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരും ഈ കുടിശ്ശികയിൽ നിന്ന് കൈയിട്ട് വരുന്നത്. അതിൽ സാറിൻ്റെ അഭിപ്രായം? അതിനെ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? ഇലനക്കിപ്പട്ടിയുടെ ചെറുനക്കിപ്പട്ടി എന്ന് വെച്ചാൽ പെൻഷൻ വാങ്ങിക്കുന്നവരല്ല ഇലനക്കിപ്പട്ടികളെന്നല്ല ഞാൻ കണക്കിലെടുക്കുകയല്ല. എന്നുവെച്ചാൽ വളരെ 1600 രൂപയാണ് കൊടുക്കുന്നത് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. അത് ആർക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്? വളരെ നിർധനരായിട്ടുള്ള അവർക്കാണ് കൊടുക്കുന്നത്. 1600 രൂപ എന്ന് പറയുന്നത് എന്തിനുണ്ട്? ഇന്ന് അവരുടെ മരുന്ന് വാങ്ങാൻ തികയുമോ? പിന്നെ വണ്ടിക്കാശിന് തികയുമോ? നമ്മൾ ഓരോന്നിനും എടുത്ത് നോക്ക്. 1 കിലോ അരി വാങ്ങാൻ പോയാൽ 40, 45, 50 രൂപയുണ്ട്. അപ്പോൾ ചോദിക്കും, സപ്ലൈകോയിലില്ലേ 25-30 രൂപയ്ക്ക് കൊടുക്കുന്നില്ലേ? സപ്ലൈകോയിൽ സാധനം വേണ്ടേ? 13 ഇനം സാധനങ്ങൾ സബ്സിഡിയോടുകൂടി കൊടുക്കുമെന്ന് ഉള്ളത് പണ്ടേ ഉള്ളതാണ്. ഈ സബ്സിഡി സാധനങ്ങൾ അവിടെ ഇല്ല. മനുഷ്യനല്ലേ, മനുഷ്യനായി പിറന്നു പോയില്ലേ, അതുകൊണ്ട് ജീവിക്കണ്ടേ. കേരളത്തിൽ നല്ലൊരു പങ്ക് പ്രമേഹ രോഗബാധിതരുണ്ട്, അതുപോലെ മറ്റ് അസുഖബാധിതരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ മരുന്ന് വാങ്ങാൻ പറ്റുന്നില്ല. ഈ 1600 ഉലുവ ഉണ്ട്. ഇനിയും 3 മാസത്തെ കൊടുക്കാനുണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പം നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നത്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പിന്നെ കോളേജ് അധ്യാപകരും ഉണ്ടെന്ന്. ഈ 1600 രൂപ, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇലനക്കി പട്ടിയുടെ ചെറുനക്കി പട്ടി എന്ന്. ഇവരെയൊക്കെ പിന്നെ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നവന്മാരുണ്ടല്ലോ, മഹാ അഹങ്കാരികളാണ്. കോവിഡ് വന്നപ്പോൾ അതിനൊക്കെ അറിയാമോ, എല്ലാവരും വീട്ടിനകത്ത് ഇരിക്കുകയായിരുന്നല്ലോ. ഈ കോവിഡ് പോകരുത് എന്ന് പ്രാർത്ഥിച്ച ഒരു ജനവിഭാഗം ഉണ്ട്. ആരാന്നറിയാമോ? സർക്കാർ ഉദ്യോഗസ്ഥർ. കൃത്യമായിട്ട് അവന്മാർക്ക് ശമ്പളം പോക്കറ്റിൽ എത്തുന്നുണ്ട്. പിന്നെന്താ, ജോലിക്കും പോകണ്ട, സ്വന്തം വാഹനത്തിൽ പെട്രോൾ അടിച്ച് പോകണ്ട, ഒരു ചെലവുമില്ല. പക്ഷേ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എത്ര കുടുംബം, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഈ പിണറായി വിജയൻ കൊടുത്ത ഒരു ഔദാര്യ കിറ്റ്, അത് പിണറായി വിജയൻ കൊടുത്തതല്ല, കേന്ദ്രം കൊടുത്തതാണ്. പക്ഷെ കേന്ദ്രമാണ് കൊടുത്തതെന്ന് ഇവിടുത്തെ കോൺഗ്രസ് ഉണ്ണാക്കന്മാർ പറയത്തില്ല കേട്ടോ. അത് അവർ പറഞ്ഞില്ല. കേന്ദ്രത്തിൻ്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുമോ BJPയെ സപ്പോർട്ട് ചെയ്തു എന്ന് ആര് പറയും? CPM-കാർ പറയും. ഉടനെ ഇവിടുന്ന് എന്ത് ചെയ്യുമെന്ന് പറയാം, ഇവിടുത്തെ CPM-കാർ നേരെ രാഹുൽ ഗാന്ധിയെ വിളിച്ചു പറയും, യെച്ചൂരിയെ വിളിച്ചു പറയും. യെച്ചൂരി ഇന്നില്ലല്ലോ. യെച്ചൂരി പോയി സോണിയാഗാന്ധിയുടെ ചെവിയിൽ പറയും. അപ്പോൾ ഉടനെ പറയും ഇവിടുത്തെ കോൺഗ്രസ്സുകാരോട് പറയാം നിർത്താൻ. പോട്ടെ, അത് മറ്റ് രാഷ്ട്രീയ വശങ്ങളാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അവർ 1600 രൂപ കിട്ടുന്നതിൽ വെച്ച് പിന്നെ സപ്ലൈകോയിൽ പോയി സാധനങ്ങൾ വാങ്ങുക, മരുന്ന് വാങ്ങുക, അതിനു വേണ്ടി അത് കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ. അടിമാലിയിലെ മറിയക്കുട്ടിയെ മറന്നുപോയോ? അതിനാ മറിയക്കുട്ടിയും അന്നയും 2 പേര് ഭിക്ഷാപാത്രവുമായിട്ട് തെരുവിലിറങ്ങിയ സമരം ഓർക്കുന്നില്ലേ? അടിമാലിയിലെ ഞങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഇല്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് ആ മറിയക്കുട്ടിയെ ഈ ഇവിടുത്തെ CPM-കാരും പിന്നെ ദേശാഭിമാനി ഏതൊക്കെ തരത്തിലാണ് ചിത്രീകരിച്ചത്? അവർക്ക് വേറെ സ്വത്തുണ്ട്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ വ്യാജ രസീതും ഒക്കെ കാണിച്ചല്ലേ ജനങ്ങളെ ഇത് മാറ്റി മറിക്കാൻ ശ്രമിച്ചത്. സർക്കാരിന് നാണക്കേടുണ്ടായി മറിയക്കുട്ടി. ഈ മറിയക്കുട്ടി പിന്നീട് നരേന്ദ്രമോദിയോടൊപ്പം വേദിയിലിരുന്നു. തൃശ്ശൂരിൽ വനിതാ സംഗമം നടത്തി. അവിടെ ഓർക്കുന്നുണ്ടാകും, മറിയക്കുട്ടിയെ തന്നെയും വേദിയിലിരുത്തി എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ സമരം എന്ന് പറയുന്നത്. ആ സമരം കേരളത്തിലെ ഇതുപോലെ നിർധനരായിട്ടുള്ളവർ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഈ സർക്കാരെന്നല്ല ഏത് സർക്കാർ മാറി വന്നാലും കൃത്യസമയത്ത് പണം കൊടുക്കുമായിരുന്നു. ഈ 3 മാസത്തിലധികമായല്ലോ. ഇത് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ആരുടെ എല്ലാം ഇൻകം ഏതെല്ലാം തരത്തിലുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. പാൻ നമ്പർ ഉള്ളതാണ്. എന്നിട്ടാണോ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എങ്ങനെ വാങ്ങിക്കൊണ്ടുപോയി? സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്നുണ്ടെങ്കിൽ അതിനകത്ത് നടന്നുള്ള കൃത്രിമത്വത്തിന് പിന്നെ ഉയർന്ന തലത്തിൽ നിന്നുള്ളവരുടെയും ബന്ധമുള്ളെന്നുള്ളതാണ്. ഇതുപോലെ ഇനി എത്ര ചുരുളഴിയ കഥകൾ ബാക്കി നിൽക്കുന്നുണ്ട്.
അതൊക്കെ ഇനിയും പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. കൃത്യമായി പോയി കഴിഞ്ഞാൽ ഈ ആധാറും പാൻ നമ്പറും ഇതൊക്കെ നമ്മളിപ്പോൾ ഇതെല്ലാം ബാങ്ക് ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ആർക്കല്ല ഏതൊക്കെ തരത്തിലുള്ള പണത്തിൻ്റെ സോഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഒരു പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതുകൂടാതെ വേറൊരു പെൻഷന് വേണ്ടി അപ്ലൈ ചെയ്ത് അതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അതിനകത്ത് കാണിക്കുമെന്നുള്ളതാണ്. അറിയാവുന്നല്ലേ? അതിനൊക്കെ എന്നേക്കാൾ നന്നായിട്ട് ഈ ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവരാണല്ലോ നിങ്ങളൊക്കെ. നിങ്ങൾക്കറിയാൻ പറ്റും ഇതെന്തുകൊണ്ട്. അപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ അനുമതിയോടുകൂടി ഇവരിതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട്, ഇതൊക്കെ ആരാന്ന് ചോദിച്ചാൽ ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്കറിയാം. ഇതിനകത്ത് ഈ CPM സംഘടനയിലുള്ളവരൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് വ്യക്തമാണ്. അവർ പിൻവാതിൽ നിയമനത്തിലൂടെ എവിടെയെല്ലാം കയറുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള അതാണ് ഞാൻ പറഞ്ഞത്, സാധാരണക്കാരൻ നിർധനരായിട്ടുള്ളവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഇവര് ഈ നിയമലംഘനമാണിത്. അധാർമികത മാത്രമല്ല, നിയമലംഘനമാണ്. ഇവന്മാരുടെ കൈവെട്ടണം. അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ളതാണ്. ഈ പണ്ട് കാലത്ത് ഈ രാജഭരണകാലത്ത് കള്ളം ചെയ്യുന്നവന് തിളച്ച എണ്ണയിൽ കൈ മുക്കുമായിരുന്നു. അതൊക്കെ പിന്നീട് നിർത്തലാക്കിയത്. ഈ അതുപോലെ ഏത് കൈ കൊണ്ടാണ് വാങ്ങിയത്? ഈ സാധാരണ ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി ആ കൈ ഈ തിളച്ച എണ്ണയിൽ മുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത്തരത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് സർക്കാർ പറയുന്നത് കേന്ദ്രം തരുന്നില്ല. എവിടുന്ന്? ഇവിടെ ഉള്ളവർ അനർഹരല്ലേ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്? അനർഹർന്ന് മാത്രമല്ല, മറ്റ് ശമ്പളം വാങ്ങുന്നവരാണ് കൈപ്പറ്റിക്കൊണ്ടു പോകുന്നത്. കേരളം ലജ്ജിച്ചു പോയില്ലേ ഇത്? ഏതാണ്ട് മിക്ക പത്രങ്ങളും ഇതിനെക്കുറിച്ച് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ദേശാഭിമാനി പത്രം ഒഴികെ എഡിറ്റോറിയൽ എഴുതി. ഇത് കേരളത്തെ ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വളരെ മോശപ്പെട്ട കാര്യമല്ലേ? നല്ല ശമ്പളം വാങ്ങിക്കുന്നവർ ഈ 1600 രൂപയ്ക്ക് വേണ്ടി അവൻ എത്രത്തോളം ഈ കള്ളപ്പണി ചെയ്യുന്നതിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. ഓഫീസിൽ കൃത്യമായി ജോലി ചെയ്യാത്തവരാണ് അവന്മാരെല്ലാം എന്നുറപ്പാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ കടുത്ത ശിക്ഷ കൊടുക്കണമെന്നുള്ളതാണ്. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു കുറ്റത്തിലേക്ക് ഇവർ പോകാൻ പാടില്ല എന്നുള്ളതാണ്. ക്ഷേമ പെൻഷൻ എന്നാണ് അതിൻ്റെ പേര്. ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ചെറിയ കാര്യങ്ങൾക്കല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് തന്നെ ഒരു വീട്ടിലെ ചിലവ് നമുക്ക് ആലോചിക്കാവുന്നതാണല്ലോ. അവർക്ക് മരുന്ന് വാങ്ങുക, അവർക്ക് വേണ്ടതായ ഉടുതുണി വാങ്ങുക, അവർ വലിയ വില കൂടിയ വസ്ത്രങ്ങളിലേക്കൊന്നുമല്ല പോകുന്നത്. അവർക്ക് മാനം കാക്കാനായിട്ടുള്ള വസ്ത്രം, ഭക്ഷണം, വിഭവസമൃദ്ധമായ ഭക്ഷണമോ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ശീതീകരിച്ച മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കാനോ അല്ല ആഗ്രഹിക്കുന്നത്. റേഷൻ വാങ്ങി, അതിൽ പോലും ഇത്തരത്തിലുള്ള ഈ സപ്ലൈകോ എന്ന് പറയുന്ന സർക്കാർ സ്ഥാപനമാണ്. പഴയ ഭക്ഷ്യവകുപ്പ് മന്ത്രി ചന്ദ്രശേഖരൻ നായരാണ് ഈ സപ്ലൈകോ മാവേലി സ്റ്റോർ തുടങ്ങിയത്. CPI-ക്കാരിലാണ് ഈ കൂടുതൽ നല്ല ഭക്ഷ്യവകുപ്പ് മന്ത്രിമാരും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പം GR അനിൽ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ CPM-ന്റെ ഗുണങ്ങളും ദോഷങ്ങളൊന്നും ഉള്ളവരല്ല CPI-ക്കാർ. അപ്പോൾ അങ്ങനെ അവർ സാധാരണ ജനങ്ങളെ മനസ്സിലാക്കുന്നവരാണ്. അങ്ങനെ പോകുന്ന ഇവർക്ക് സപ്ലൈകോ വഴി എത്ര കാലമായി സപ്ലൈകോയിൽ വേണ്ട തരത്തിൽ ഭക്ഷ്യ വസ്തുക്കൾ എത്തിച്ചിട്ട്? ഓണത്തിനൊന്ന് കാട്ടിക്കൂട്ടി. എന്തിനു വേണ്ടി? ഒരു പേരിന് വേണ്ടി മാത്രം. പിന്നെ ആ തെരഞ്ഞെടുപ്പിന് മുമ്പും മാത്രം ഇങ്ങനെ പോവുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനി അടുത്ത ഈ ക്ഷേമ പെൻഷൻ ഇവർ കുടിശ്ശിക 3 മാസം കിടക്കുന്നു. ഇനി ഇത് കൂട്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യും? തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് അപ്പൊ എന്താണ് പ്രശ്നം? പിണറായി സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു. സമ്പൽ സമൃദ്ധിയാണ്. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്നത് പോലെ ഈ ചക്രവർത്തി, ഈ ഏകഛത്രാധിപതിയായ പിണറായി വിജയൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടി, 1600 രൂപ കിട്ടി. അപ്പോൾ സർക്കാരിനുണ്ടാക്കി വെച്ചിട്ടുള്ള ബാധ്യത മുഴുവൻ ആരാണ്? ഈ സർക്കാർ ജീവനക്കാർ തന്നെയാണ്. സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നത് ഇവർ ഈ സർക്കാർ ഖജനാവിനെ ഈ കരണ്ട് തിന്നുകൊണ്ടിരിക്കുക, എലി കരണ്ട് തിന്നുന്ന മാതിരി മുടിപ്പിക്കുന്നവന്മാരാണ് ഇവർ. 5 വർഷം കൂടുമ്പോൾ ഇവർക്ക് ശമ്പള പരിഷ്കരണമുണ്ട്. 5 വർഷം കഴിയുമ്പോഴാണല്ലോ ഒരു മന്ത്രിസഭയുടെ കാലാവധിയും കഴിയുന്നത്. അപ്പോൾ ശമ്പള പരിഷ്കരണം ഏർപ്പെടുത്തുമ്പോൾ വൻ ശമ്പള വർധന ഉണ്ടാകും. അപ്പോൾ ഈ സർക്കാർ ജീവനക്കാരും അതിന് കഴിയുന്ന കേരളത്തിലെ ജീവനക്കാരുടെ മുഴുവൻ വോട്ട് ഇവർക്ക് കിട്ടും. ഏതാണ്ട് ഒരു 7 ലക്ഷം 8 ലക്ഷം പേരാണ് സർക്കാർ ജീവനക്കാരായിട്ടുള്ളത്.
ബാക്കിയുള്ളവരുടെ ഗതിയൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയാണ് ഈ ഇവിടെ സർക്കാരും പിന്നെ കേരളമൊക്കെ ഇവിടുത്തെ ഖജനാവും നിലനിൽക്കുന്നത് എന്നുള്ള രീതിയിലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.